ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ചെക്കാണ്. അത് ചെയ്യാനായിട്ട് നമ്മൾ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് ശരിക്കും അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, കുട്ടി പാസ്സാകുകയും ചെയ്തു. ന്യൂസിലാൻഡ് എന്ന രാജ്യത്തിൽ കൂടി അല്ലാതെ ഡിറക്റ്റ് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏതൊക്കെ രാജ്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, സ്റ്റിൽ ന്യൂസിലാൻഡ് വഴിയുള്ള രജിസ്ട്രേഷൻ എലിജിബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് കാണാം. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓസ്കിയെക്കുറിച്ചും മൈക്യൂവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ കറണ്ട് ട്രെൻഡ്സ് ഉള്ള വീഡിയോ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ കുറച്ച് കമൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഐക്യു ഓസ്കിയുടെ ഫെയിലിയർ റേറ്റ് കൂടുന്നുണ്ട്. അതുപോലെ അതിൽ പേഷ്യൻ്റ് ദേഷ്യപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചില എക്യുപ്മെൻറ്റ്സ് സം ട്രബിൾസ് ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അതുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എഡ്യൂവേറ്റ് ടെയിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഓസ്ട്രേലിയ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു പാത്ത് വേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ശരിക്കും ഒരു നമ്മുടെ സ്ട്രീംലൈൻഡ് രജിസ്ട്രേഷൻ പ്രോസസ് ഫോർ ഇന്റർനാഷണലി ക്വാളിഫൈഡ് രജിസ്ട്രേഡ് നേഴ്സസ് ആണ്. അതിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം, അയർലൻഡ്, US, സിംഗപ്പൂർ, സ്പെയിൻ ആൻഡ് പാർട്സ് ഓഫ് കാനഡ. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഹു ഹാവ് പ്രാക്ടീസ്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് 1800 hours in the past 8 years will be eligible for expedited registration. This initiative aims to reduce the current registration processing time from 9 to 12 months down to 1 to 6 months. ശരിക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണിത്. അപ്പോൾ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1800 അവേഴ്സ് വർക്കിംഗ് ക്ലിനിക്കൽ അവേഴ്സ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ സ്റ്റിൽ ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നിഷൻ ഫോർ ന്യൂസിലാൻഡ് നേഴ്സസ്, അതായത് ഇതിനു മുമ്പ് UK, അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലെ നേഴ്സുമാർ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് അതിനുശേഷം ആഫ്രയ്ക്ക് അപ്ലൈ ചെയ്ത് പിന്നീടാണ് ഓസ്ട്രേലിയയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ന്യൂസിലാൻഡ് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. ഓസ്കി വേണമെന്നും ഡയറക്റ്റായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഓസ്കി വളരെയധികം പ്രയാസമുള്ളതായി, അങ്ങനെയൊക്കെ വന്നപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഓസ്ട്രേലിയ ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാര്യം വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് തീർച്ചയായും ഉപയോഗിക്കുക. ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ചെക്കാണ്. അത് ചെയ്യാനായിട്ട് നമ്മൾ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റ് കയറുക. എന്നിട്ട് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. അതുപോലെ അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ, അതിൻ്റെ അകത്ത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, എവിഡൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ അത്, റെക്കോർഡ്സ് ഓഫ് റീസെൻറ്റ് നേഴ്സിംഗ് പ്രാക്ടീസസ്, ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. സബ്മിഷൻ ചെയ്തതിന് ശേഷം ശരിക്കും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി, അതായത് ആഫ്രയുടെ പോർട്ടലിൽ കയറിയാണ്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇൻക്ലൂഡ് ആയെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് അസസ്മെൻറ്റ് പീരീഡ് ആണ്. അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ NMBAയുടെ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രജിസ്ട്രേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ ഒരു പുതിയ പാത്ത് വേയിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ആപ്ലിക്കബിൾ ആകുന്നത് മാർച്ച് 2025 മുതലാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് യൂസ് ചെയ്യുക, കാരണം വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ടൈം ഫ്രെയിമും അവർ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 month ആണ് അവർ പറയുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ ഓർക്കും അപ്പോൾ ന്യൂസിലാൻഡ് വഴിയുള്ള പാത്ത് വേ ആണ്, അത് സ്റ്റിൽ ആപ്ലിക്കബിൾ ആണ്. അത് ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നിഷൻ ഫോർ ന്യൂസിലാൻഡ് നേഴ്സസ് ആണ്. അപ്പോൾ ശരിക്കും കാരണം ഓസ്ട്രേലിയയുടെ സ്റ്റാൻഡേർഡും എക്സാമും എല്ലാം ഓസ്ട്രേലിയയുടേത് സെയിം തന്നെയാണ്, അത് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ 6 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകുക. അല്ലാത്തവർക്ക് ശരിക്കും ന്യൂസിലാൻഡിൽ നിന്ന് തന്നെ, പക്ഷെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം ഐക്യുവിൻ്റെ എക്സാമും അതുപോലെ ഓസ്കിയൊക്കെ വളരെയധികം ടഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എഗ്രിമെൻറ്റ് വഴി നിങ്ങൾക്ക് ആഫ്ര രജിസ്ട്രേഷൻ എടുത്തിട്ട് ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ന്യൂസിലാൻഡിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പം ന്യൂസിലാൻഡ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് രജിസ്ട്രേഷൻ എടുക്കുന്നു. അതിനുശേഷം NMBAയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ആഫ്ര
ലഭിക്കുന്നു. അതിനുശേഷം നമ്മൾ വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഓഫർ കിട്ടാനായിട്ട്. അതാണ് നമ്മുടെ കാര്യങ്ങളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോഴും ന്യൂസിലാൻഡിൽ വേക്കൻസി ഉണ്ടോയെന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വേക്കൻസികൾ ഫില്ലാവുന്നതേ ഉള്ളൂ. കറൻ്റ്ലി ഇതുവരെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ച ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ഇപ്പോഴും വീണ്ടും ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എത്രയും വേഗം ഓപ്പൺ ആകുമെന്ന്. പക്ഷേ ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് ഡയാലിസിസ്, ഏജ്ഡ് കെയർ, മെൻ്റൽ ഹെൽത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവർക്ക് അതായത് ജോബ് ഓഫർ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓസ്കി എക്സാമിന് ഫെയിലിയർ റേറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലും റിയൽ ലൈഫ് സിനാരിയോ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ പേഷ്യൻ്റ്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് പോലുള്ള സിറ്റുവേഷനുകളിൽ പേഷ്യൻ്റ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഈ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ശരിക്കും നേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ ചിലപ്പോൾ പെട്ടെന്ന് പാനിക് ആകാറുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആൾ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിന് ശേഷം ശരിക്കും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആൾക്ക് മനസ്സിലായില്ല. പക്ഷെ ശരിക്കും അതൊരു എക്സാം സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കിനി അങ്ങനെ ഒരു ഇതുണ്ടായാലും നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം, അതായത് നമ്മൾ പറയുമല്ലോ ഒരു സിറ്റുവേഷൻ അതെങ്ങനെ ഡീഎസ്കലേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, എക്യുപ്മെൻറ്റ്. കാരണം വേറൊരു കുട്ടി എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് ശരിക്കും, അതായത് BP ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ചെറിയൊരു മിസ്റീഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ആള് വിചാരിച്ചു ആളുടെ തെറ്റാണെന്ന്. പക്ഷേ ഓപ്പൺലി ആ കുട്ടി പറഞ്ഞു, ഇതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം എനിക്ക് പ്രോപ്പർലി അത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ ആകുന്നില്ല എന്നുള്ളത്. അതായത് റീഡ് ചെയ്യുന്നതിൽ ഇങ്ങനെ ആ സംഭവം ശരിക്കും റീഡ് ആകുന്നില്ല, ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, കുട്ടി പാസ്സാകുകയും ചെയ്തു. കാരണം അത് ഓപ്പൺ ആയിട്ടാണ് ആ കുട്ടി പറഞ്ഞത്. അതിനുശേഷം അവർ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ. എന്നിട്ട് പുള്ളിക്കാരി തന്നെ പറഞ്ഞു, ഞാൻ വേറൊരു എക്യുപ്മെൻറ്റ് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി വേറൊരു BP പാർട്ടിസ് എടുത്ത് വെച്ച് ചെക്ക് ചെയ്യുകയും ആ സംഭവം കഴിയുകയും ചെയ്തു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു എഫക്റ്റീവായിട്ട് ഒരു റിയലായിട്ട് തന്നെ നിങ്ങൾ ഒരു ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു നേഴ്സായിട്ട് തന്നെ ബിഹേവ് ചെയ്യുക. ആ എക്സാമിൽ അവർക്ക് കൂടുതലും അതാണ് വേണ്ടത്. അതായത് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ന്യൂസിലാൻഡിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു RN ആക്കി നമ്മളെ മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ രജിസ്ട്രേഷൻ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുക. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ശരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ എക്സാം വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ 6 കൺട്രികളിലുള്ള നേഴ്സുമാർ ഒന്നുകൂടി നമ്മൾ പറയുകയാണ്, യുണൈറ്റഡ് കിങ്ഡം, അയർലൻഡ്, US, സിംഗപ്പൂർ, സ്പെയിൻ ആൻഡ് പാർട്സ് ഓഫ് കാനഡ. അവിടെയുള്ള ആളുകൾ തീർച്ചയായും നിങ്ങൾ ഈ ഓസ്ട്രേലിയൻ പാത്വേ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ. കാരണം ഇതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ ന്യൂസിലാൻഡിൽ വന്ന് വർക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ടായിരുന്നു, ഡയറക്റ്റ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എടുത്തിട്ട് പോകുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓസ്ട്രേലിയ, കാരണം ഓസ്ട്രേലിയയിൽ വർക്ക് ഫോഴ്സ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് നിൽക്കുന്ന ആളുകൾക്കും സ്റ്റിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ജോബ് സെർച്ച് ചെയ്യുക. കാരണം അവിടെ എപ്പോഴും വർക്ക് ഫോഴ്സ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ CV കറക്റ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നല്ലൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആരൊക്കെ എത്രയും നല്ലതായിട്ട് എലിജിബിൾ ആണോ, അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും പ്രിപ്പയർ ആകുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മുടെ RNൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം പ്രിപ്പയർ ചെയ്ത് ആ ഒരു നല്ലൊരു അതുപോലെ പ്ലസൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.